എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരു ഓല വീഡിയോ നിങ്ങൾ കണ്ട് അടിപൊളിയാക്കി തന്നു. സത്യം പറഞ്ഞാൽ അതിന് ആദ്യമേ തന്നെ നിങ്ങളോട് നന്ദി പറയട്ടെ. അപ്പോൾ പലരും ആ വീഡിയോയിൽ ചോദിച്ചേ ഇതുപോലത്തെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഇട്ട് തരുമോ, നന്നായിരുന്ന വീഡിയോ നന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ ടിപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്, ഒന്നല്ല ഒരു 5-6 ടിപ്പുണ്ട്. അപ്പോൾ ഓരോ ടിപ്പുകളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. അപ്പോൾ ഓല വീഡിയോൻ്റെ രണ്ടാമത്തെ ഓല ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്കൊരു സിമ്പിൾ ടിപ്പ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അതായത് ഇതിപ്പോൾ ഒരു ചെടിയാണ് സങ്കല്പിക്കുക. വീട്ടിൽ ഞാൻ നട്ടിട്ടുള്ള ഒരു ചെടി. ഇത് നമ്മൾ വിത്ത് മുളച്ച് വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? അതായത് വിത്ത് മുളച്ച് വരുമ്പോൾ ഏതൊരു വിത്ത് മുളയ്ക്കുമ്പോഴും അതിൻ്റെ സ്റ്റമ്പിന് നല്ല കനമുണ്ടാവും, നല്ല കനത്തിന് നല്ല ആരോഗ്യമുള്ള തൈകളായിട്ട് വരും. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ഇലകൾ മുളച്ച് തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? ഈ സ്റ്റമ്പിന് കനം കുറയും. എന്നിട്ട് ഇതെന്താണ് ഉണ്ടാവുക? ഇതിങ്ങനെ വീഴും. പിന്നെ അതുപോലെ സൂര്യപ്രകാശം കുറച്ചുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഈ തൈ മുളച്ച് വരുമ്പോൾ തൈ നല്ല നീളത്തിന് വരും. നീളത്തിന് വന്നിട്ട് ഇങ്ങനെ വീഴാൻ നോക്കും. അപ്പോൾ എന്തുണ്ടാവുക? മെയിനായിട്ട് വെണ്ട, അതുപോലെ തന്നെ പയറൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എപ്പോഴും വീഴും. അപ്പോൾ അതിനൊരു താങ്ങ് വയ്ക്കാനുള്ളൊരു സൂത്രപ്പണിയാണ് ഈ ഓല കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. അത് വേറെ ഒന്നുമില്ല, നമ്മളെന്താ ചെയ്യുക, നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഓല എടുക്കുക. ഇങ്ങനെ ഓല എടുത്തില്ലേ, ഓല എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചുരുണ്ട ഓല എടുക്കണം, ഉണങ്ങിയ ഓല എടുക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വഴി പോലെ മനസ്സിലാവും. എന്നിട്ട് ഇതിനെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തു, ഇത് ചീന്തി കളഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വെണ്ടയാണോ പയറാണോ എന്താണ് മുളച്ച് വന്നിട്ടില്ല, ഞാൻ അതിൻ്റെ അടുത്തത് ഇതിങ്ങനെ വിടർത്തുക. ഇങ്ങനെ വിടർത്തിയിട്ട് കുത്തി കണ്ടോ, ഇതിൽ ഹോൾഡ് ചെയ്തു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ഇത് ഹൈറ്റ് കൂടിയെന്നായിരിക്കുക. ഹൈറ്റ് കൂടിയിട്ട് വരികയാണെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു താങ്ങ് ഇപ്പുറത്ത് പോരാന്നെങ്കിൽ വീണ്ടും നമ്മൾ വേറെ എടുത്തു. ഇത്തിരി ഹൈറ്റ് കൂടുതലാണെങ്കിൽ അപ്പോൾ ഇതുപോലെ തന്നെ വിടർത്തി ഇവിടുന്നും ഒരു താങ്ങ് കൊടുത്തു. 5 പൈസ ചിലവില്ല. ഈ സാധനം സ്ട്രെയിറ്റായിട്ട് നിൽക്കും. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ പൈപ്പ് കൊണ്ട് അടിച്ചോളൂ, ഈ സാധനം വീഴില്ല. ഇതാണ് ഒരു ചെറിയ ട്രിക്ക്. അപ്പോൾ ആക്കപ്പെട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഞാൻ പറയുന്നില്ല കേട്ടോ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ഞാൻ പറയില്ല. നിങ്ങളത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വേണ്ടാതൊന്നും പറയില്ല കേട്ടോ, അത് കാര്യം പറയാം. അപ്പോൾ എന്നാൽ അവസാനിപ്പിക്കില്ലേ, അടുത്ത ടിപ്പായിട്ട് ഞാൻ വരും. അടുത്ത ടിപ്പ് സൂപ്പർ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്നോളൂ അടുത്ത വീഡിയോന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.